ഹലോ, അസ്സലാമു അലൈക്കും. ഇത് നമ്മുടെ എടവണ്ണ ചാലിയാറിൻ്റെ തീരത്തുള്ള ഒസീനോ റെസ്റ്റോറൻറ്റ് കേട്ടോ. മഞ്ചേരിയിൽ നിന്ന് വരുന്നവർക്ക് എടവണ്ണ സീതിയാജി പാലം കഴിഞ്ഞ് മുന്നോട്ട് പോരുമ്പോൾ വലതുവശത്തായും, മമ്പാട് ഭാഗത്ത് നിലമ്പൂർ ഭാഗത്തുനിന്ന് വരുന്നവർക്ക് സീതിയാജി പാലം എത്തുന്നതിന് മുൻപ് ഇടതുവശത്തായും ഈ സ്ഥാപനം കാണാം. ഇതെൻ്റെ കസിൻ്റെ ഫ്രണ്ടും അവൻ്റെ അനിയനും തുടങ്ങിയ റെസ്റ്റോറൻ്റാണ്. ഞാനിവിടെ 2-3 തവണ പോയിട്ടുണ്ട്. പോയ സമയമൊക്കെ രാത്രി 10-12 മണി ആ ടൈമിലാണ്. അതുകൊണ്ട് തന്നെ ഇവർ അടക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും ആ സമയത്ത്. അതുകൊണ്ട് എനിക്ക് വേണ്ട പോലെ അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു ദിവസം മുഴുവനായിട്ടും എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ നൽകുന്ന ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. ജസ്റ്റ് ഓപ്പോസിറ്റ് ചാലിയാർ പുഴയും അതിൻ്റെ പാതയോരങ്ങളും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ പോയിരുന്ന് കാറ്റൊക്കെ കൊണ്ട് കുറച്ച് നേരം ഇരിക്കാനും റിലാക്സ് ചെയ്യാനൊക്കെ പറ്റും. ഇതാണ് എൻ്റെ കസിൻ്റെ ഫ്രണ്ടിൻ്റെ അനിയൻ. കസിൻ്റെ ഫ്രണ്ടും അവിടെയൊക്കെ ഉണ്ട്. അവർക്ക് വീഡിയോ ഒക്കെ മുന്നിൽ വരാൻ കുറച്ച് പ്രയാസമുണ്ട്. അവർക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് അവരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിപ്പോൾ അന്ന് പോയപ്പോൾ ഉള്ള മെനു ആണ്, സ്പെഷ്യൽ മെനു ആണ്. ഇത് കൂടാതെ തന്നെ നോർമലായിട്ട് എല്ലാ ദിവസവും ഉള്ള അൽഫാം, ഷവായ, ബ്രോസ്റ്റഡ്, അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ അവിടെ അവർ കസ്റ്റമേഴ്സിനായി തയ്യാറാക്കിയിട്ടുണ്ട്. കൂടുതൽ ഐറ്റംസ് പരിചയപ്പെടാനും ഒന്നിനും സമയം കിട്ടാത്തത് കൊണ്ട് തന്നെ ഇനി അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ ഉൾപ്പെടുത്താൻ നോക്കാം. അതുപോലെ ഡൈനിങ് സ്പേസ് എന്ന് പറയുന്നത് ഒരു രക്ഷയുമില്ല. അപാര ഡൈനിങ് സ്പേസാണ്. ഒരുപാട് പേരെ ഒരേ സമയം ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള സെറ്റിങ്സാണ് അത് ചെയ്തു വെച്ചിട്ടുള്ളത്. AC, നോൺ AC ഒക്കെ ഉണ്ട്. അപ്സ്റ്റെയറിൽ ഒരുപാട് സ്പേസ് ഉണ്ട്. എത്ര പേര് വന്നാലും യാതൊരു പ്രശ്നമില്ലാതെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സെറ്റപ്പ് കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അത്രയും മനോഹരമായിട്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുള്ളത്. ഫാമിലിക്കൊക്കെ വന്ന് വളരെ വിശാലമായ രൂപത്തിൽ വളരെ റിലാക്സ്ഡ് ആയിട്ട് വന്ന് കഴിച്ച് പോകാൻ പറ്റിയാണ് കേട്ടോ ഈ ഹോട്ടൽ. പിന്നെ ഇവിടുത്തെ ഐറ്റംസിൻ്റെ റേറ്റാണ് എടുത്ത് പറയാനുള്ളത്. വളരെ ചീപ്പ് റേറ്റായിട്ടാണ് ഇവർ കൊടുക്കുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത തവണ കാണാം. ഒസീനോ റെസ്റ്റോറൻറ്റ്.